അവനെ എടുത്തിട്ട് അടിച്ചിട്ട് വരാം. ഓ ചാടിയൊക്കെ ഇറങ്ങി നോക്കിയേ. നിയർ ബൈ എനിമീസ് ഹാവ് ബീൻ കോൾഡ്. ഇതെന്താ ഇത് ഔട്ട് പോസ്റ്റ് ആണോ ഇവിടെ? ഓ മൈ ഗോഡ്, അവനെ എടുത്ത് അടിച്ചൊരൊറ്റ എറി. വലതുവശത്ത് പറഞ്ഞ പോണണ്ട അവനെ അറ്റാക്ക് ചെയ്തിട്ട് എന്തോ കുന്നേ തീ. അവനെ അങ്ങോട്ട് പിടിച്ച് കിടത്തി കഴുത്തിന് കടിച്ച് കൊന്നോളാം. അത് വേറെ മൃഗമല്ല, സാബർട്ടൂത്താണ്. കഴിക്കണ മോനെ അങ്ങോട്ട് പൊളി. പൊന്ന് എന്താ കഥ ഇത്? ഓക്കെ അവനെ പിടിക്കാൻ പറയുന്നുണ്ട്. കമോ കാലൊക്കെ കത്തി പൊള്ളിയിരിക്കുക കേട്ടോ. തീയില് വീണേന്ന് തോന്നുന്നുണ്ട്. അവൻ തുപ്പി എന്തോ കഴിക്കാൻ എടുക്കുന്നുണ്ട്. ഓക്കെ എന്തിന്റെ വേറെ കഴിച്ച വേദന മാറുന്നാണ് പറയുന്നത്. എന്താ ഇവനെ കത്തിച്ചത്? സൺ വോക്കേഴ്സ്. ഇസിലകള് കത്തിച്ചതല്ല ചെക്കനാ. വിഞ്ച ഹണ്ടേഴ്സിന് ഇസിലകളെ അറ്റാക്ക് ചെയ്തു. ഇവൻ ഓടി രക്ഷപ്പെട്ടെന്നാണ്. ബാക്കിയുള്ളവരെ മൊത്തം അവര് പിടിച്ചു വെച്ചേക്കുക. കത്തിച്ച് പാവം വേദനിച്ചൊരു കഷ്ടമായിരിക്കുക. വിഞ്ചകളെ അടച്ചു വെച്ചിട്ട് അവര് ടൂൾസ് പോലും ഉപയോഗിക്കും. മരണത്തെക്കാളും കഷ്ടമാണ് അത്രേ. ഇത് എനിക്കല്ലോ കഴുത്ത് പിടിച്ച് കൊന്നളഞ്ഞ പോരാത്തന്നെ അവനെ ഈ പൊള്ളി വന്ന് നിൽക്കുന്നവനെ വല്ല തണുപ്പത്ത് കൊണ്ട് നിർത്താതെ കത്തിച്ച് തീയുടെ അടുത്താണ് കൊണ്ട് വെച്ചേക്കുന്നത്. ഓക്കെ ഇവനെ കൊന്നാറിന് ഇവൻ രക്ഷപ്പെട്ടു. ഇവന്റെ സ്പിരിറ്റ് വോക്ക് ഫ്രീ എന്ന്. ബാക്കിയുള്ളവരെ നമ്മൾ രക്ഷിക്കണം. അപ്പൊ അതാണ് നമ്മുടെ മിഷൻ. പാവടാ കത്തിച്ചു വെച്ചേക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു രോമാഞ്ചമല്ല, ഒരു ഇത് അവന്മാരെ പോയി രക്ഷിക്കണമെന്ന്. ഇപ്പോഴാ ശരിക്കും ഗെയിമിലോട്ട് വന്നത് കേട്ടോ. ലെറ്റ്സ് ഗോ ആൻഡ് ഹെൽപ്പ് അവർ വെഞ്ചേഴ്സ്. ഓക്കെ അവിടെ പോയി മിഷനൊന്നും കാണിക്കുന്നില്ല. ടേക്കൺ വെഞ്ചർ മിഷൻ ആഡ് ടു മാപ്പ് മെനു. ഓക്കെ മാപ്പിൽ മിഷൻ ആഡ് ആയിട്ടുണ്ട്. എവിടെയാണാവോ ക്രാഫ്റ്റിംഗ് മാപ്പ്? ഓക്കെ യെസ് ഇവിടെ. ഡിഫിക്കൽട്ടി മീഡിയ. ആക്ച്വലി നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാം ഈസി ആയിരുന്നു. ഇതിപ്പോൾ ഫസ്റ്റ് ഒരു മീഡിയം ഡിഫിക്കൽട്ടി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ട്. വേറെ അടുത്ത ഔട്ട് പോസ്റ്റ് എവിടെ ഉണ്ടോ? ഇല്ല. സോ നമ്മൾ ആദ്യം കണ്ട ഔട്ട് പോസ്റ്റിലോട്ടാണ് പോകുന്നത്. അവിടെ പോയ ഔട്ട് പോസ്റ്റ് കീഴടക്കിയതിന് ശേഷം അവിടുന്ന് അടുത്തോട്ട് പോകാം. കാരണം ഫാസ്റ്റ് ട്രാവൽ ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. പോകുന്ന വഴിക്ക് ഔട്ട് പോസ്റ്റ് പിടിച്ച് പോയാൽ ഒരുപാട് ദൂരം നടക്കണ്ട. ഞാനൊരു വലിയ സംഭവം അല്ലേ. വഴി മാറിപ്പോയി. ഫ്ലാറ്റ് രക്ഷയിലോട്ടോ. എൻ്റെ ആ ആഴം നോക്കി വെള്ളച്ചാട്ടത്തിൻ്റെ ചാടിയാലോ? ചാടാം. സീൻ കണ്ട സ്ലോ മോഷനിൽ ഇങ്ങനെ പിടിക്കാം. ഞാനിവിടുന്ന് ചാടാൻ പോവാണ്. റെഡി 1 2 3 ചത്തില്ല. വെള്ളത്തിൽ വീണാൽ ചാത്തില്ല. അണ്ടർ വാട്ടറൊക്കെ സൂപ്പറടാ. വെള്ളം വീഴുന്നു താഴെ. അതിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഗ്രാഫിക്സ് ഒക്കെ നൈസ്, അടിപൊളി. വേഗം സമയമില്ല, സൺവർക്കിനെ രക്ഷിക്കണം. കറക്റ്റ്. അവിടെ വെള്ളച്ചാട്ടം അവിടെ പോയി. നൈസ് നോക്കിയേ, അടിപൊളി. മണ്ടയിൽ നമ്മൾ കത്തിച്ച് വെച്ച എന്താ തീയുടെ പുകയുണ്ട് അവിടെ. നമ്മൾ എത്താറായി. ഇതാണ് നമ്മൾ മാർക്ക് ചെയ്ത ഔട്ട് പോസ്റ്റ്. ഇവിടുന്ന് ഔട്ട് പോസ്റ്റ് കീഴടക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ഫാസ്റ്റ് ട്രാവൽ കിട്ടും. ഇത് ഉദംസ് ആവാൻ സാധ്യതയില്ല. ഈ ഔട്ട് പോസ്റ്റ് ഇസ്ലകൾ ഔട്ട് പോസ്റ്റ് ആയിരിക്കും. കാരണം ഉദംസിന് ഇങ്ങനെ വേലി കെട്ടാനുള്ള ബുദ്ധിയൊന്നുമില്ല. ഇസ്ലകളായിരിക്കും മോസ്റ്റ് പ്രോബബിൾ. ഇല്ലടാ സർപ്രൈസ്. ഇസ്ലകളല്ല, ഉദംസ് തന്നെയാണ്. ബുദ്ധിയുള്ള ഉദംസ്, ഇച്ചിരി ബുദ്ധിയുള്ള ഉദംസ്, ഇച്ചിരി ഉള്ളൂ. ഇവനും ടേക്ക് ഡൗൺ കൊടുക്കാം. ചാവടാ റെഡിയോ. ഹോൾഡിലടിച്ചാൽ ഒറ്റയടിക്ക് ചാവും. അല്ല പിന്നെ കളി നമ്മളോട് ഞാനില്ലേ ഓടുന്നവനൊന്നും വെറുതെ വിടില്ല. നിയർ ബൈ എനിമീസ് ഹാവ് ബീൻ കോൾഡ്. ഓട്. അടുത്തുള്ള എനിമീസിനെയൊക്കെ വിളിച്ചു എന്നാണ് പറയുന്നത്. ഇവനാണ് കേട്ടോ വിളിച്ചത്. തീറ്റി ഊതി നീ അടുത്തുള്ള ആൾക്കാരൊക്കെ വിളിച്ച് വരുത്തില്ലടാ. ചുമ്മാ അവരെയും കൂടെ കൊല്ലാനായിട്ട്. ഇല്ലേ അവിടെ ജീവിച്ചു പോയാനാ. സ്പിയർ അറിയട്ടെ. ക്ലബ് ഇട്ട് അടിച്ചിട്ട് മാത്രം കാര്യമില്ല. എന്തോ എടുക്കട്ടെ. ചാവ് മാസം അറിയില്ല. മതി. അവനെ ഞാൻ കൊല്ലും. സ്പിയറോടെ പോയി. അവനെ കൊല്ലരുത്. എൻ്റെ സ്പിയർ കൊണ്ട് തന്നെ ആണെന്ന് തോന്നുന്നു ചത്തത്. അതാ പുലി പിടിച്ചാ. ആ ഔട്ട് പോസ്റ്റ് കീഴടക്കി കഴിഞ്ഞു. സ്വാറാസ് ഔട്ട് പോസ്റ്റ്. ഓക്കെ എന്താടാ ഇവിടെ ഡെഡ് ബോഡിയിൽ
ഇവനെ എപ്പോഴും കാണാറുണ്ട് കേട്ടോ ഇവനെ. വെറുതെ ഇവിടെ എപ്പോഴും വന്നിരിക്കുന്നവനാണ്. അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ ഉണ്ട് 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 ഉണ്ട്. അതാ ഉദംസതാ എന്താ വിളിച്ചോ. സ്പിയറിട്ട് കുത്തുമോടല്ലോ തെറിച്ചു പോകുന്ന നല്ല രസമാണ്. അതൊരു ഫീലാണ്. ടേക്ക് ഡൗൺ കൊടുക്കാം. സർപ്രൈസ്. അടിപൊളി. എന്നാ പിടിച്ചു ആര് നിൽക്കണ ഇറക്കാൻ അങ്ങോട്ട്. സ്കിൻ എടുക്കട്ടെ. ഓക്കെ, സമയം കളയണ്ട, നേരെ പോട്ടെ. നമുക്ക് കുറച്ച് ദൂരം സഞ്ചരിക്കാനുണ്ട് ഗുയിസ്. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. മതി മതി, സ്പീറൊക്കെ മതി. ലെഫ്റ്റ് ആയില്ലേ? ഓക്കെ പോട്ടെ. ഇതുണ്ടില്ലേ മാമത്തിന്റെ സ്കള്ളൊക്കെ, ഇത് ഇച്ചിരി ബുദ്ധിയുള്ള മര. കുളത്തിൽ ചടണ്ട മുതലുണ്ടാവും. നോക്കട്ടെ, അതാ 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 കാണുന്ന മുതലാണ് സംഭവം. നോക്കാതെ നീന്തി പോയി കഴിഞ്ഞാൽ അതിനകത്ത് മുതലുണ്ട്. അതെല്ലാം അവിടെ എടുത്ത് കടിച്ച് കൊല്ലും വെള്ളത്തിന് അടിയിട്ടിട്ട്. മുതലാൻ ഇവിടെ നമുക്ക് കൊല്ലാം. എടുത്ത് കറക്റ്റ് ഹെഡ് ഷോട്ട് കൊടുക്കും എനിക്ക്. യെസ്, അതൊക്കെ നോക്കിയിട്ട് കണ്ടാ ഇങ്ങോട്ട് നോക്കുന്ന എന്നാ വിട്ടു. ഇപ്പോൾ താഴെ വീണ് നടക്കുന്നുണ്ട. ചാടി നോക്കട്ടെ അതിൻ്റെ കളറ്. ഐ, ഇത് കളർ നോക്കിയത് എന്ത് മുതലാണ് ഇത്? ഡീനോസൂക്കസ്. നമ്മുടെ ഐലിലെ ഡീനോസൂക്കസ് ആണിത്. ഡീനോസൂക്കസ് അല്ല, ഡീനോസൂക്കസിന്റെ പവർ കുറഞ്ഞ സൂക്കസ്. ഒരുമാതിരി തീ പിടിച്ച കളറാക്കാം വെള്ളത്തിനകത്ത്. കൊള്ളാം. പക്ഷേ സ്ലൈറ്റ് എടുക്കട്ടെ. ഞാൻ അത് ഇഷ്ടം പോലെ ബീസ്റ്റ് ടു ബീസ്റ്റ് ഫൈറ്റ് ഉണ്ട്. അതിൽ നമ്മളെ ജാഗ്വാറിന്റെ ഫൈറ്റും ഈ സാബർടൂത്തിന്റെ ഫൈറ്റൊക്കെ സൂപ്പറാണ്. ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ ഇടയിൽ വെച്ചിട്ട് ഇഷ്ടം പോലെ എന്താ പറയാ വൈൽഡ് ആനിമൽസ് ഉണ്ട്. എല്ലാ വൈൽഡ് ആനിമൽസാണ് കാടിനകത്ത്. പക്ഷെ ഈ സാബർടൂത്ത്, മാമത്ത്, വലിയ കരടി ഇതൊക്കെ ഉള്ള സ്ഥലമാണ്. പറഞ്ഞു കഴിഞ്ഞില്ല, അതൊരു മാമത്ത്. വാ, ഇത് നമുക്ക് ആക്ച്വലി മാമത്തിനെ റൈഡ് ചെയ്യാനുള്ള സ്കില്ല് കിട്ടിയിട്ടുണ്ട്. അതിന് ഈ മാമത്തിനെ കൊല്ലണ്ട, നമുക്ക് സ്കില്ല് പിന്നെ ഓട്ടിച്ച് നോക്കാം. സാബർടൂത്തുള്ളപ്പോൾ എന്നെയും ഇടയോ ഇല്ല. യെസ്, ഫസ്റ്റ് മാമത്ത് റൈഡ്. മാമത്തിന് പോയപ്പോ പല്ലമ്പുലി നമ്മുടെ കൺട്രോളിൽ നിന്ന് പോയി. അവ അവിടെ ഇവിടെയൊക്കെ പോയി ചെറിയ കിട്ടി, അടി കിട്ടി. വേണ്ട, ആനയായിട്ട് മുട്ടാൻ നിൽക്കണ്ട. 5-6 ആനയുണ്ട്, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. നമുക്ക് ഇത് ഭയങ്കര വൈൽഡ് ആനിമൽ, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസ് ഉള്ള ഏരിയയാണ്. ഇവിടെ നിന്ന് ഫൈറ്റ് എടുത്ത് ജയിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഉദംസ് ഉണ്ടോ ഇവിടെ? വേണ്ട വേണ്ട, ആനേനെ വെച്ച് ഉദംസിനെ അടിക്കാൻ നല്ല രസം. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. അവനെ എടുത്തിട്ട് അടിച്ചിട്ട് വരാം. ഓ, ചാടിയൊക്കെ ഇറങ്ങി നോക്കിയേ. നിയർ ബൈ എനിമീസ് ഹാവ് ബീൻ കോൾഡ്. ഇതെന്താ, ഇത് ഔട്ട് പോസ്റ്റ് ആണോ ഇവിടെ? ഓ മൈ ഗോഡ്, അവനെ എടുത്ത് അടിച്ചൊരൊറ്റ എറി. ഇത് കുറെ പേരുണ്ടല്ലോ ഇവിടെ. ആനേനെ കൊന്ന് ഓടുന്നവനെ കൊല്ലാൻ നിൽക്കുന്നവരോടെ ടേക്ക് ഡൗൺ. കൂടി രക്ഷപ്പെടാൻ നോക്കുന്ന ഇതെന്താ കഥ എന്നറിയില്ല. ഇതാ ഔട്ട് പോസ്റ്റ് എങ്ങാണ്ടാണ്. ഇവിടെ ഇത്ര ആൾക്കാരില്ലായിരുന്നു. നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഔട്ട് പോസ്റ്റ് ഉള്ളത് അവർ കാണിക്കുന്നത് കേട്ടോ. അവനെ പല്ലമ്പൂരി പിടിച്ചു. അങ്ങനെ എടുക്കാം. കിട്ടി. ഇതുവർക്കോ അയ്യോ പറ്റിച്ചേ. അവനെ ഞാൻ കൊല്ലും. പുലിയും ഞാനും കൂടെ ഉള്ളതുകൊണ്ട് 5-10 വരെ കണ്ടുണ്ടായിരുന്നു. മോസ്റ്റ് പ്രോബബ്ലി ഇതൊരു ഔട്ട് പോസ്റ്റ് ആണ്. അപ്പോൾ പിന്നെ ഈ ഔട്ട് പോസ്റ്റ് ഇവിടെ കീഴടക്കിയിട്ട് പോകും. അവിടെ കണ്ടാ തന്നെ ഇവിടെ ഒരു ഔട്ട് പോസ്റ്റ് ഉള്ള നേരത്തെ അൺലോക്ക് ആയില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ മാപ്പിൽ എത്തിയപ്പോഴാണ് ഇവിടെ ഔട്ട് പോസ്റ്റ് ഉള്ള കാണിക്കുന്നത്. നമ്മൾ വന്ന മാമത്തിന്റെ സ്കിൻ എടുക്കാൻ പറ്റത്തില്ലേ? പറ്റത്തില്ല, അത് മോശമായി പോയി. അപ്പോൾ ഔട്ട് പോസ്റ്റിന് അകത്തിന് ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. മീറ്റ് എന്തെങ്കിലും ഉണ്ടോ മാമ? ഇല്ല, കിടക്കുന്ന കണ്ടാ പറയില്ല, ചത്ത് കിടക്കണം. ഇത് നല്ലൊരു ഔട്ട് പോസ്റ്റ് കേട്ടോ. അത്യാവശ്യം വലിയ സ്ഥലം. ഇതൊക്കെ ആരെങ്കിലും കാണണ്ടാണല്ലോ. ഹലോ, അസ്സലാമു അലൈക്കും. ഇവിടെ ആരും ഇല്ലേ? 10 വരെ ഞാൻ അവിടുന്ന് കൊന്ന്. അതാ അവിടെ എടുത്തിട്ടുണ്ട്. അവനെ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും നോക്കട്ടെ. ചാടിക്കോ. നൈസ്. അമ്പ് കയ്യിൽ വെച്ച് അടിയപ്പോൾ ഡാഗർ എടുത്താണ് അടിച്ചത്. ഇനി എവിടെ ആൾക്കാർ? വലതുവശത്ത് കാണുന്നുണ്ട്. മിസ്സായി പോയടാ. തലക്ക് കൊടുക്കട്ടെ. ഹെഡ് ഷോട്ടല്ല, ആണ് അല്ല ആണ്. ഇതാരിത്? കഴിഞ്ഞു. അതായത് ബാക്കിൽ ഒളിച്ചിരുന്ന് അമ്പിടുക അവൻ അല്ലേ. നമുക്ക് 2 ഔട്ട് പോസ്റ്റ് ഒറ്റ ദിവസം 15 എണ്ണം ഉണ്ടോ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഔട്ട് പോസ്റ്റിന്റെ ഡിഫിക്കൽറ്റി കൂടും. ഇവിടെ സാബർടൂത്ത് കൊണ്ടുവന്നിട്ടോ. അതിനെ ഞാൻ തപ്പി കിടക്കുന്നത്. കരടി കാണണം. കരടി ഉണ്ടെങ്കിൽ സാബർടൂത്തിന്റെ ഫൈറ്റുകളൊക്കെ ഞാൻ കാണിച്ചത് എങ്ങനെ. ഇത് അറ്റാക്ക്. നമ്മുടെ സാബർടൂത്ത് അനദർ സാബർടൂത്ത് കുന്തെടുത്ത് വെച്ചേക്കാം. കാരണം അത് നമ്മളെ സാബർടൂത്ത് ചത്താൽ കൊല്ലാൻ ആവശ്യം വരുവേ. അയ്യേ, നമ്മുടെ സാബർടൂത്ത് എന്തോ കാല് വെച്ച് മണ്ണ് മന്തിപ്പത് ഓടിപ്പൊക്കളഞ്ഞ്. അയ്യേ, വലതുവശത്ത് പറഞ്ഞ പോണണ്ട അവനെ അറ്റാക്ക് ചെയ്തിട്ട് എന്തോ. പൊന്നേ തീ
അവനെ അങ്ങോട്ട് പിടിച്ച് കിടത്തി കഴുത്തിന് കടിച്ച് കൊന്നളഞ്ഞു. അത് വേറെ മൃഗമല്ല, സാബർ ടൂത്ത് സാബർ ടൂത്താണ്. ഇത് കഴിക്കണം മോനെ അങ്ങോട്ട്. പൊളി. നമ്മുടെ സാബർ ടൂത്ത് എനിക്ക് ഒന്നുകൂടി ശക്തി കൂടിയ സാബർ ടൂത്താന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ആർക്കാണ് അഡ്വാൻറ്റേജ് ആവര്? കാരണം മറ്റേ ആടിനെ കടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇവനെ കടിക്കാൻ ഏൽപ്പിച്ചത്. ആടിനെ കടിച്ച് പൊക്കണം നോക്കിയേ. നൈസ്. ഒരു സാബർ ടൂത്തിനാട്ടോ കൊന്നത്. അത് പകുതി എഫർട്ടിൽ. ഇവിടെ കരടികളുണ്ടാവും. വേറെ സാബർ ടൂത്ത് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വെച്ച് അടി പിടിപ്പിക്കും. വാ, അത് അടുത്ത സാബർ ടൂത്ത്. പിന്നെ അറ്റാക്ക് അതിപ്പോ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരും. ഇല്ലില്ല, എന്റെ ചെറുക്കം വന്നോ. ഈടാ ഇതാ അടിപൊളിയടാ. അടിപൊളി സീൻ. ഐ ലൈക്ക് ഇറ്റ്. അതായത് നമ്മൾ അറ്റാക്ക് വന്നപ്പോഴേക്കും നമ്മളെ സാബർ ടൂത്ത് പോയി അതിനെ അറ്റാക്ക് ചെയ്ത് കിടത്തി കടിച്ച് കൊന്ന്. ഇതിനൊക്കെ തിരിച്ച് സംഭവിക്കാവേ. ആ സാബർ ടൂത്ത് ഇവനെ തിരിച്ചടിച്ചാൽ ഇവനും ഒറ്റ കടിക്കിച്ചാവും. കാരണം കഴുത്തിന് ആര് അഡ്വാൻറ്റേജ് ആദ്യം കടിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അടിപൊളി ഒന്നുമില്ല. അത് അടിപൊളി സീൻ കേട്ടോ. മാന്തലും ചാടലൊന്നും അല്ല, നേരെ കഴുത്തി പിടിച്ച് കൊന്നു. സുപ്പീരിയർ അറ്റാക്ക്. വാ, അത് അവിടെ ഒരു കേബിയർ നിൽപ്പുണ്ട്. കേബിയർ ആണ് ഈ ലോ ലെവൽ ബീസ്റ്റിൽ ഏറ്റവും പവർഫുൾ ബീസ്റ്റ്. ഇതിനെ കഴുത്തി കടിച്ച് കൊല്ലാനൊക്കെ പാടാ, കാരണം വലിയ ബീസ്റ്റാണ്. നമുക്ക് സഹായിച്ചു കൊടുക്കാം. ഇല്ലടാ, നമ്മളെ സാബർ ടൂത്ത് ലൈഫ് പറയുന്നുണ്ട്. ടമ്പ് ഇല്ലെങ്കിൽ ആ സാധനം ചാവത്തില്ല. 3 സ്പീറോ സാബർ ടൂത്ത് അടിച്ചിട്ട് ചത്തില്ലേ? സാബർ ടൂത്ത് മരിച്ചാ? എന്റെ പൊന്നെ. സ്കാർബിയർ അല്ല, കേബിയർ അടിപൊളി സാധനം കേട്ടാ. സാബർ ടൂത്തിനെ കൊന്ന് 3 സ്പിയറിന്റെ അടിയും കൊണ്ട് എന്റെ ക്ലബിന്റെ അടി കൊണ്ടിട്ടാണ് അത് ചാവണത്. അത്രയും സ്റ്റാമിനുള്ള സാധനം. അൺഫോർച്ചുനേറ്റ്ലി ഇതിനെ ബീസ്റ്റ് ചെയ്യാനുള്ള പവർ എനിക്കിതുവരായിട്ടില്ല. നമ്മളെന്തായാലും ഇതിനെ ബീസ്റ്റ് ചെയ്യല്ല, ഇതിനെ ടൈം ചെയ്യാനുള്ള പവർ ആയിട്ടില്ല. നമ്മളെന്തായാലും ഇതിനെ ടൈം ചെയ്യും. അടിപൊളി. ഇന്നത്തെ വീഡിയോ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം കുറെ ബീസ്റ്റ് ഫൈറ്റും കുറെ ഔട്ട് പോസ്റ്റ് കീഴടക്കലും അടിപൊളിയായിരുന്നു. നൈസ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്തുകൊണ്ട് ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നു, ഇല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്ത് നിന്ന് ഇസ്ലാകളിൽ നമ്മുടെ ആൾക്കാരെ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ വെഞ്ചകളെ രക്ഷിക്കാനുള്ള പോക്കാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഇടാം, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോൾ. ഓക്കെ, അപ്പം ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ബീസ്റ്റിനെ ഹീൽ ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ എന്താ ചെയ്യാൻ നന്നായിട്ടും സപ്പോർട്ട് ചെയ്യും. വീഡിയോ ഒക്കെ നിങ്ങൾ ഹൈപ്പ് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്താലേ ചാനൽ വളരുള്ളൂ. കുറേ നാളായി അതിനകത്ത് നിൽക്കുന്നു, പ്രത്യേകിച്ച് ഗ്രോത്ത് ഒന്നും കാണുന്നില്ല. അടുത്ത ആളുണ്ടല്ലോ, ഇവന്മാരെ ഇവിടെ കൊന്നിട്ട് വീഡിയോ നിർത്താം. ഓക്കെ, എനിക്ക് മുന്നേ സാബർ ടൂത്ത് വിളിച്ചു. ഇവനെ എനിക്ക് വേണം. എന്നാ പിടിച്ചോ, ചായ. അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. സി യു, ലവ് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.